ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചോട് വിശേഷത്തിലേക്ക് കിടക്കാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പം തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിനെയാണ്. അപ്പം ശ്രുതി എങ്ങനെയൊക്കെയോ രക്ഷപ്പെടുത്തി, അത് വീരാനാണ് രക്ഷപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ ശ്രുതി റൂമിൽ വന്നിട്ട് എൻ്റെ ഈശ്വര, എൻ്റെ ഭഗവാനെ, എങ്ങനെയൊക്കെയോ ഞാൻ രക്ഷപ്പെട്ടു. ഇപ്പോഴാ സമാധാനമായത്. ഏതായാലും വീരാൻ എന്നെ രക്ഷപ്പെടുത്തിയില്ലോ. വീരാൻ വേണ്ടതുപോലെ അത് മാനേജ് ചെയ്തത് സമ്മതിക്കണം എന്നൊക്കെ. ഏതായാലും ഈ സമയത്ത് പെട്ടെന്ന് ഒരു റിങ് അടിക്കുകയാണ് ഫോണിൽ. അപ്പോഴത്തേക്ക് മീരയാണ് കേട്ടോ. അപ്പൊ അങ്ങനെ മീര ചോദിക്കുകയാണ്, അതെ വീരാൻ എന്നെ വിളിച്ചു, എല്ലാം പറഞ്ഞു. മീരേ, എൻ്റെ ഭാഗ്യത്തിനാ രക്ഷപ്പെട്ടത്. എപ്പോഴും ഇങ്ങനെ രക്ഷപ്പെടുമെന്ന് നീ കരുതണ്ടാട്ടോ. വീരാനെ എൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്, നിന്നെ കാണണമെന്നാ പറഞ്ഞത്. നീ പെട്ടെന്നൊന്ന് വാ. ഞാൻ എങ്ങനെ വരാനോ? ഈ പൊട്ടന്മാരുടെ മുന്നിലെ എൻ്റെ അച്ഛൻ മരിച്ചിട്ട് സഞ്ചയനം പോലും കഴിഞ്ഞില്ല. നീ എന്നെ കൊണ്ട് കൂടുതൽ പറയിക്കല്ലേ. നീ എങ്ങനെയും പെട്ടെന്ന് വരാൻ നോക്ക, അല്ലെങ്കിൽ പ്രശ്നമാകും. നോക്കട്ടെ മീരെ, ഞാൻ എങ്ങനെയെങ്കിലും ഈ പൊട്ടന്മാരെ പറ്റിച്ചിട്ട് വരാം എന്നൊക്കെ പറഞ്ഞ് ഫോണൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മുടെ ശ്രുതി ഇങ്ങനെ നിൽക്കുകയാണ്. എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കിയേ പറ്റത്തുള്ളൂ പുറത്ത് ചാടാനായിട്ട്. അങ്ങനെ നമ്മുടെ ശ്രുതി ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും സച്ചി രേവതിയും ശ്രുതിയുടെ റൂമിലേക്ക് കയറി വന്നിട്ട് ഭയങ്കര ചിരി. അപ്പോഴത്തേക്കും മീര ചോദിച്ചു, എന്താ ചിരിക്കുന്നത്? മീരയല്ല, സോറി, ശ്രുതി ചോദിച്ചു, എന്താ ചിരിക്കുന്നത്? അല്ല, എന്താ ഇനി പ്ലാന്? ഓരോന്ന് പ്ലാൻ ചെയ്താണല്ലോ എൻ്റെ പൗഡർ എടുത്ത് ചെയ്യുന്നത്, അതും കൊണ്ട് ചോദിച്ചതാണ്. ഇതുവരെ എല്ലാം ഓക്കെ, രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇനിയിപ്പം അടുത്ത പ്ലാൻ എന്താ? അതാ ഞങ്ങൾ ചോദിച്ചത്. അപ്പോഴത്തേക്ക് ശ്രുതി പറഞ്ഞു, സച്ചി നീ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോടാ. മനസ്സിലാവില്ല. രേവതി പറഞ്ഞു, അത് കള്ളം, നിനക്കെല്ലാം മനസ്സിലാവണുണ്ട്, അതെനിക്കറിയാം. മനസ്സിലാകാത്ത പോലെ അഭിനയിക്കുന്ന കണ്ടില്ലേ? എന്താ രേവതി പറയുന്നത്? അഭിനയിക്കുന്നു? ഞാൻ എന്തിനാ അഭിനയിക്കുന്നത്? അയ്യോ, അഭിനയിക്കുന്നില്ല. നീ രക്ഷപ്പെടാനല്ലേടി അഭിനയിക്കുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ പൗഡർ എടുത്തി, നിന്റെ ഇളയച്ചനും ഈ ആടും തമ്മില് എന്താ ബന്ധം? ആടോ? എന്താട്? അദ്ദേഹം എന്ത് പറഞ്ഞാലും ഈ ആടും ഇറച്ചിയൊക്കെ ഉണ്ടാകും. ഇപ്പൊ ദേ വീഡിയോ കോൾ ചെയ്തപ്പോഴും അദ്ദേഹം ഇറച്ചിക്കടയിൽ നിൽക്കുക. അപ്പം ഈ ഇറച്ചിയും ഈ പറയുന്ന ഇളയച്ചനും തമ്മിൽ എന്തോ ബന്ധമുണ്ടല്ലോ. ഇതിലാകെ മൊത്തം എന്തോ പന്തികേട് തോന്നുകയാണല്ലോ ഏട്ടത്തി. എന്റെ ദൈവമേ, നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഞാൻ ആകെപ്പാടെ തകർന്നിരിക്കുക. എന്തിനാ എന്നെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് വിഷമിപ്പിക്കുന്നത്? അപ്പോഴത്തേക്ക് ചന്ദ്ര വന്നിട്ട്, എന്താ മോളെ എന്ന്. അപ്പൊ ശ്രുതി പറഞ്ഞു, അത് പിന്നെ എൻ്റെ അച്ഛൻ മരിച്ചു, ഇവർക്ക് രണ്ടുപേർക്കും അതൊരു തമാശയാ. എന്നെ വെറുതെ കളിയാക്കുക. ഈ സമയത്തെങ്കിലും എന്നെ വെറുതെ വിട്ടൂടെ? എന്താടാ നിന്റെ വിചാരം? കൂടെ നിന്ന് സമാധാനിപ്പിക്കേണ്ട സമയാ. അത് നിങ്ങളിൽ നിന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഉപദ്രവിക്കാതെ എങ്കിലും ഇരുന്നൂടെ ഈ കുട്ടീനെ? അപ്പൊ രേവതി പറഞ്ഞു, അയ്യോ, ഉപദ്രവിച്ചിട്ടൊന്നുമില്ലമ്മേ. എന്തിനു ഉപദ്രവിക്കുന്നു? ഞങ്ങളോ? അപ്പൊ സച്ചു പറഞ്ഞു, അതെ, ഞങ്ങൾ എന്തിനാ ഉപദ്രവിക്കുന്നത്? ഇവളുടെ ഇളയച്ഛനും ആടും തമ്മിൽ എന്താ ബന്ധം എന്ന് ചോദിച്ചു. ബന്ധം? നിന്റെ അച്ഛനായിരിക്കും ആടുമായിട്ട് ബന്ധം. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചു പറഞ്ഞു, അതെ, അവളോട് പറയണ്ട, രേവതിയോട് പറയണ്ട, ഞാനാ ചോദിച്ചതെന്ന്. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു, ഞാൻ പാർലറിൽ പോവാ, എനിക്ക് ഇവിടെ ഇരുന്ന സമാധാനം കിട്ടത്തില്ല. ഞാൻ പൊക്കോളാം. ഞാൻ ഇവിടെ ഇരുന്ന് എനിക്ക് തലയ്ക്ക് വട്ട് പിടിക്കും. അയ്യോ മോളെ, അച്ഛന്റെ സഞ്ചയനം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയ പോരെ, അല്ലെങ്കിൽ ആളുകൾ എന്ത് പറയും? അപ്പൊ സച്ചി പറഞ്ഞു, അത് ശരിയാ, അമ്മ പറഞ്ഞത് ശരിയാ. അപ്പോഴത്തേക്ക് ചന്ദ്ര പറഞ്ഞു, നിങ്ങൾ ഇറങ്ങിപ്പോക്കെ, അതും ഇതുമൊക്കെ പറഞ്ഞ് എന്തിനാ കൊച്ചിനെ വിഷമിപ്പിക്കുന്നത്? അവളെ വിഷമിക്കൊന്നും ചെയ്തേക്കരുത്, ഇറങ്ങി റൂമിൽ നിന്ന്. അപ്പൊ ശ്രുതി പറഞ്ഞു, ആന്റി, അത് മാത്രമല്ല ആന്റി, എനിക്ക് പാർലർ നോക്കണ്ടേ? എത്ര നാളിങ്ങനെ സ്റ്റാഫിനെ ഏൽപ്പിക്കാന്? എന്റെ കാര്യങ്ങളൊക്കെ നടക്കണ്ടേ? അയ്യോ മോളെ, എന്നാലും സഞ്ചയനം കഴിയാതെ പുറത്തിറങ്ങുന്നതേ അതൊട്ടും ശരിയല്ല. അതൊക്കെ പണ്ടത്തെ കാലത്തല്ലേ, ഇപ്പൊ അങ്ങനെയൊന്നും പറയത്തില്ല. ഇവിടെ കരഞ്ഞുകൊണ്ടിരുന്നാല് മരിച്ചുപോയ എൻ്റെ അച്ഛൻ തിരിച്ചു വരുവോ? ഇല്ലല്ലോ. ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ. അല്ല മോള് അപ്പോഴത്തേക്കും പെട്ടെന്ന് ഫ്രഷ് ആകാനായിട്ട് നമ്മുടെ ശ്രുതി കയറി. അപ്പൊ സച്ചി പറഞ്ഞു, സഞ്ചയനം കഴിയാതെ ആരെങ്കിലും പുറത്തിറങ്ങും? ഇപ്പൊ കാര്യം മനസ്സിലായില്ലേ? എന്ത് മനസ്സിലാകാൻ നടാ നീ പറയുന്നത്? അവയ്ക്ക് ഒരു വിഷമവും ഇല്ലമ്മേ. വിഷമിക്കാൻ മാത്രമൊന്നും സംഭവിച്ചിട്ടുമില്ല, അല്ലേ രേവതി? അതെ, സച്ചേട്ടൻ പറയുന്നത് ശരിയാ. അപ്പൊ ചന്ദ്ര പറഞ്ഞു, രണ്ടിനും തലയ്ക്ക് വെളിവില്ലാതായിട്ടിരിക്കുക. എന്തൊക്കെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഒന്ന് പോകുന്നുണ്ടോ ഇവിടുന്ന് മാറി? എനിക്ക് മര്യാദക്കിരുന്നോ? പാവം പെങ്കൊച്ചിനെ എന്തൊക്കെയാ വിളിച്ചു പറയുന്നതെന്ന് പറഞ്ഞിട്ട് ചന്ദ്ര അങ്ങ് പോയിട്ടോ. ഇതേ സമയം സച്ചി ഇങ്ങനെ നിൽക്കുക. അപ്പം അമ്മ ഫ്ലാറ്റ്, ഇനിയിപ്പം എല്ലാവരും ഫ്ലാറ്റ്. അല്ല സച്ചേട്ടാ, ഇനിയിപ്പം നമ്മൾ എന്ത് ചെയ്യും? പാർലറിടത്തിയുടെ അച്ഛന്റെ ചിതാഭസ്മവും ഫോട്ടോയും എത്തിക്കുന്നല്ലേ പറഞ്ഞത്. അതിന് അവൾ എന്ത് ചെയ്യുന്നു നോക്കാം. ബാക്കി നമുക്ക് അതിനുശേഷം ചെയ്യാം. എന്തായാലും കണ്ടുപിടിച്ചേ പറ്റൂ. ഇതിന് ശേഷം കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മീരയുടെ വീട്ടിലേക്ക് നമ്മുടെ ശ്രുതി എത്താണ്. അപ്പൊ അവിടെ ബീരാനും ഉണ്ട്, മീരയുണ്ട്. അപ്പൊ അവിടെ ചെന്നിട്ട് നമ്മുടെ മീര പറഞ്ഞു, അല്ല മീരയല്ല, ശ്രുതി പറഞ്ഞു, അതെ ഞാൻ കുറച്ച് വൈകിപ്പോയോ?
ഓ പിന്നെ വൈകിപ്പോയെന്നോ? ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അതെന്താ സാറേ സാറ് ദേഷ്യപ്പെടുന്നത്? സാറേന്നൊന്നും എന്നെ വിളിക്കണ്ട. നിന്റെ കലാപരിപാടിയൊക്കെ കഴിഞ്ഞല്ലോ. പിന്നെ എന്തിനാ നീ എന്നെ സാറേന്ന് വിളിക്കുവോ? ഒന്നും ചെയ്യണ്ട. അപ്പോഴത്തേക്ക് നമ്മുടെ മീര പറഞ്ഞു, അത് പിന്നെ ദേ പരിപാടിയൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഒരു ചിതാഭസ്മവും ഫോട്ടോ ഒക്കെ കൊണ്ട് കൊടുക്കണ്ടേ? ഏ ചിതാഭസ്മം കൊണ്ട് കൊടുക്കാനോ? എന്റെ എന്റെ പാ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പട്ടി കൊണ്ട് കൊടുക്കുന്നല്ലേ? അതൊന്നും വേണ്ട, ബീരാൻ തന്നെ കൊണ്ട് കൊടുത്താൽ മതി. എന്റെ ദൈവമേ, ആകപ്പാടെ കുരുക്കായല്ലോ. ദേ എന്റെ റബ്ബ്, ഇനി എന്ത് ചെയ്യാനാ? ദേ ഞാൻ നിന്റെ ഇളയച്ചനല്ല, ഇവിടുത്തെ ഒരു ഇറച്ചി വെട്ടുകാരനാണെന്ന് എല്ലാവർക്കും മനസ്സിലാകാനേ ഇന്നത്തെ ഒരു വീഡിയോ കോൾ മതിയായിരുന്നു. എന്റെ ബുദ്ധി കൊണ്ട് മാത്രമാ ഞാൻ പിടിച്ചു നിന്നത്. മനസ്സിലായി കഴിഞ്ഞ പിന്നെ സച്ചി എന്നെ ജീവനോടെ വെക്കത്തില്ല. കഴിഞ്ഞ തവണ ഞാൻ നിന്നോട് പറഞ്ഞത് ഇത് ലാസ്റ്റ് ആണ്, നിന്റെ കള്ളത്തരത്തിൽ ഞാൻ കൂട്ടു നിൽക്കില്ല എന്ന്. ഇപ്പൊ നിന്റെ അച്ഛന്റെ ചിതാഭസ്മവും ഫോട്ടോയും ഒക്കെ കൊണ്ടുവരാനാ എല്ലാരും പറഞ്ഞിരിക്കുന്നത്. ഞാൻ എവിടെ പോയി കൊണ്ടുവരും ചിതാഭസ്മവും ഫോട്ടോയും ഒക്കെ? നീ അതൊന്ന് പറ. ഓ, എന്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിപ്പിക്കാതെ. നീ ഒരു കാര്യം ചെയ്യേ, നീ വേറെ ആരെങ്കിലും ഏർപ്പാടാക്ക. എനിക്കിതിന് പറ്റത്തില്ല. അത് പറയാനാ ഞാനിപ്പോ ഇങ്ങോട്ടേക്ക് വന്നത്, നിന്നെ വിളിച്ചത്. അയ്യോ സാറേ, അങ്ങനെ പറയേ സാറേ, പ്ലീസ് സാറേ. ഒരു തവണ മാത്രം, ഒരു തവണ മാത്രം എന്നെ ഹെൽപ്പ് ചെയ്താൽ മതി. പിന്നെ ഞാൻ പറയേയില്ല. എന്റെ ദൈവമേ, ഇത് തന്നെയല്ലേ നീ കഴിഞ്ഞ തവണ എന്നോട് പറഞ്ഞത്? അല്ല, ഇതോടുകൂടി ഈ കഥ നമ്മൾ ക്ലോസ് ചെയ്യല്ലേ? ദേ എന്റെ അച്ഛൻ മരിച്ചു പോയല്ലോ, ഇനി ഞാൻ ബുദ്ധിമുട്ടിപ്പിക്കുകയില്ല. പ്ലീസ് ഈ തവണ മാത്രം എന്നോടൊന്ന് ക്ഷമിക്ക്. എന്റെ അച്ഛൻ മരിച്ചിട്ട് വർഷങ്ങളായി. ഒരു കാര്യം ഞാൻ ചെയ്യാം, എന്റെ സ്വന്തം അച്ഛന്റെ ഫോട്ടോ ഇവിടെ എത്തിക്കാൻ ഞാൻ എന്റെ അമ്മയോട് വിളിച്ചു പറയാം. അപ്പോഴത്തേക്കും മീര പറഞ്ഞു, സ്വന്തം അച്ഛന്റെ ഫോട്ടോ പോലും നിന്റെ കയ്യിൽ ഇല്ലേടി? നിന്റെ അമ്മയോട് പറയണോ അത് എത്തിക്കാനായിട്ട്? കഷ്ടമുണ്ട് കേട്ടോ. അത് പിന്നെ മീര, മനസ്സിലായി, നീ ഉരുണ്ട് കളിക്കണ്ട. അതെ, ഒരു കാര്യം ചെയ്യാൻ വീരാനെ, ഒരു ചിതാഭസ്മത്തിന് അത്രയ്ക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് ചപ്പും ചവറും ഒക്കെ കൂട്ടിയിട്ട് കത്തിച്ചിട്ട് ഒരു കുടത്തിനകത്ത് ഒരു ചുമല തുണി കൊണ്ട് മൂടി കെട്ടി വെച്ചാൽ മതി. അത് രണ്ടും കൂടി ആവുമ്പോഴത്തേക്കും സെറ്റ് ആവുമല്ലോ. ഇത് രണ്ടും കൂടി അവരെ ഏൽപ്പിക്കാം, അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ. അയ്യോ, എന്നെ കൊണ്ട് ഇതൊന്നും പറ്റത്തില്ല, ഇതൊന്നും ശരിയാവത്തില്ല, ഈ കളിക്ക് ഞാനില്ല. ചിതാഭസ്മം ഒക്കെ എനിക്ക് പേടി, ഞാൻ പോവാന്ന് പറഞ്ഞപ്പോ എന്റെ പൊന്ന് സാറേ പോവല്ലേ എന്ന് പറഞ്ഞിട്ട് സോപ്പിടുകയാണ് നമ്മുടെ ശ്രുതിയെ. അപ്പോഴത്തേക്കാണ് മീര പറഞ്ഞ, ഒരു കാര്യം ചെയ്യാം, ഇത് രണ്ടും നിന്റെ വീട്ടിലേക്ക് പാഴ്സലായിട്ട് അയച്ചാലോ? ഇളയച്ചന് വരാൻ പറ്റാത്തത് കൊണ്ട്. ഓ, സച്ചിക്ക് രേവതിക്ക് ഓൾറെഡി സംശയമുണ്ട്, അവർ ഈ കള്ളത്തരം പിടിക്കും. ഫോണിൽ സംസാരിച്ചപ്പോഴേ ഫോട്ടോയും ചിതാഭസ്മവും ഞാൻ വീട്ടിൽ എത്തിച്ചോളാമെന്നാ ഇദ്ദേഹം പറഞ്ഞത്. അപ്പൊ പിന്നെ ഉറപ്പായിട്ടും എത്തിച്ചേ പറ്റൂ ബീരാനിക്കാന്ന് മീരൻ പറഞ്ഞപ്പോ ബീരാനിക്ക് പറഞ്ഞു, പറ്റത്തില്ല, എന്നെ കൊണ്ട് പറ്റത്തില്ല. അപ്പൊ ശ്രുതി വീണ്ടും, സാറേ നിങ്ങൾക്കൊരു കുടുംബം ഉള്ളതല്ലേ, നിങ്ങൾ ആ കുടുംബത്തോടൊപ്പം സന്തോഷത്തോടു കൂടി കഴിയല്ലേ? അത് തകർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സഹിക്കുവോ? ഇല്ലല്ലോ. ആ കുടുംബത്തില് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ, വേർപിരിയേണ്ടി വന്നാലോ ഒക്കെ നിങ്ങൾ സഹിക്കുവോ? ഒരിക്കലും സഹിക്കത്തില്ല. അതുപോലെ എന്റെ കുടുംബം പിരിയേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് പറ്റത്തില്ല സഹിക്കാനായിട്ട്. സത്യം പറഞ്ഞാൽ അവരെന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കും. പിന്നെ എന്റെ സ്തുതി എന്നേക്കുമായിട്ട് എനിക്ക് നഷ്ടപ്പെടും. പിന്നെ ഞാൻ ആത്മഹത്യ ചെയ്യുള്ളൂ, എനിക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരും. അപ്പം ബീരാൻ പറഞ്ഞു, മതി, നിർത്ത്. എന്നെയും കൂടെ കരയിപ്പിക്കും. ഇനിയിപ്പൊ എന്താ ചെയ്യുക? ഇതിനെന്താ ഒരു വഴി? ഫോട്ടോയും ചിതാഭസ്മവും അല്ലേ വേണ്ടത്. അതുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് വരാം. ഇതേ അവസാനമായിട്ടാട്ടോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി എന്റെ സഹായം പ്രതീക്ഷിക്കുകയേ ചെയ്യരുത്. ഇല്ല സാർ, ഇനി ഞാൻ ആവശ്യപ്പെടുകയില്ല. ഇനി ഇതിന്റെ പുറകെ ഞാൻ നടക്കത്തില്ല. നിന്റെ അച്ഛന്റെ ഫോട്ടോ കിട്ടിയ ശേഷം എന്നെ ഒന്ന് വിളിക്ക്. ഞാന് എന്താന്ന് വെച്ചാൽ ചെയ്യാം, സഹായിക്കാം, വരാം. അല്ലാതെ പിന്നെ എന്ത് ചെയ്യാന്? സിനിമയിൽ അഭിനയിക്കാനോ ചാൻസ് ഒന്നും കിട്ടുന്നില്ല. ഇനിയിപ്പം ഇങ്ങനെയൊക്കെ അഭിനയിക്കാനായിരിക്കും എന്റെ വിധി, അല്ലാതെ എന്ത് ചെയ്യാനാണ്? സെന്റിയല്ലേ, ഞാൻ ഏറ്റു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ബീരാനിക്ക അങ്ങ് പോവുകയാണ് കേട്ടോ. ഏതായാലും ഇതേ സമയം നമ്മുടെ ശ്രുതിക്ക് ഇച്ചിരി സന്തോഷവും സമാധാനവും ഒക്കെ ആയി. എങ്ങനെയെങ്കിലും ഒക്കെ കള്ളം പറഞ്ഞ് ഒപ്പിക്കാലോ. അപ്പൊ മീര പറഞ്ഞു, പാവം ഉണ്ടടി. എന്ത് പാവം? ഞാൻ അമ്മയെ വിളിച്ചേ ഫോട്ടോ എത്തിക്കാൻ പറയട്ടെ എന്ന്. അങ്ങനെ ശ്രുതി നേരെ അമ്മേനെ വിളിക്കാൻ കേട്ടോ. സ്വന്തം അച്ഛന്റെ ഫോട്ടോ പോലും കയ്യിലില്ലാത്ത ഒരു മകളാണ്. ഏതായാലും ഭയങ്കര സ്നേഹം അച്ഛനോടും അമ്മയോടും ഒക്കെ. സ്വന്തം കുഞ്ഞിനോട് കാണിക്കാത്ത സ്നേഹം സ്വന്തം അച്ഛനോടും അമ്മയോടും കാണിക്കാൻ പോകുന്നില്ലല്ലോ. ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ചന്ദ്ര കൈ കഴിക്കൊണ്ടൊക്കെ ഇരിക്കുന്നു. അപ്പോഴത്തേക്കും ശ്രുതിയും കൂടെ ഇറങ്ങി വരിക. അങ്ങനെ ശ്രുതി പറയുകയാണ്, അത് പിന്നെ ആ തിരുമേനിയെ വിളിച്ച് നാളെ വരണ്ടെന്ന് പറയട്ടെ. അതെന്ത് പറ്റി? അല്ല, ശ്രുതിക്ക് ചെറിയൊരു പനിയുണ്ട്. ചെറിയ പനിയല്ല, നല്ല പനിയുണ്ട്. അപ്പൊ ശ്രുതി, എനിക്ക് നല്ല പനിയാ ആച്ചി, കുളിക്കാതെ ബലിയിടാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് പനി മാറുന്നത് വരെ ബലിയിടുന്നത് ഒഴിവാക്കത്തില്ലേ? അപ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ സച്ചി
ചോദിക്കാണ്. എന്താണൊരു പനി ഇത്ര പെട്ടെന്ന്? പിന്നെ ഫോൺ ചെയ്തിട്ടല്ലേ പനി വരുന്നതെന്ന് നമ്മുടെ ശ്രുതി. അപ്പൊ പതുക്കെ ഇങ്ങനെ തൊട്ട് നോക്കുകയാണ് കേട്ടോ നമ്മുടെ ചന്ദ്ര. ശ്രുതിയുടെ ദേഹത്ത് ഇങ്ങനെ തലയിൽ തൊട്ട് നോക്കിയിട്ട് പറഞ്ഞു, അല്ല ചൂടൊന്നും ഇല്ലല്ലോ, അത് പിന്നെ പുറത്തല്ല, ഉള്ളില് പനിയുണ്ട്. അപ്പൊ സച്ചി പറഞ്ഞു, മുടങ്ങാതെ 45 ദിവസം ബലി ഇടണം, അത് നിർത്തിയിട്ടുണ്ടെങ്കിൽ ആത്മാവിന് ശാന്തി കിട്ടത്തില്ല, മോശം കിട്ടത്തില്ല. അപ്പൊ ശ്രുതി പറഞ്ഞു, അയ്യോ അത് ശരിയാണല്ലോ, എടി ശ്രുതി, മോശം കിട്ടിയില്ലെങ്കിൽ നമ്മുടെ കാര്യമൊക്കെ കുഴപ്പത്തിലാവൂലേ? അപ്പോഴത്തേക്ക് ശ്രുതി വീണ്ടും പറയാണ് ചന്ദ്രയോട്, എന്റെ ആരോഗ്യം ഇങ്ങനെ ആയതുകൊണ്ടല്ലേ, അത് അതുകൊണ്ടല്ലേ. അപ്പോഴത്തേക്കും രേവതി പറഞ്ഞു, ദേ ഇങ്ങനെ ഇടയ്ക്ക് ബലി ഇങ്ങനെ നിർത്തിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. എനിക്കറിയാവുന്നൊരു ചേച്ചി എന്തോ ഒരു കാരണം പറഞ്ഞ് ഇങ്ങനെ ബലി ഇടല് നിർത്തി, പിന്നെ 2ാമത്തെ ദിവസം ഹോസ്പിറ്റലിലായി, പിന്നെ അവരുടെ അമ്മായിയമ്മയ്ക്ക് ഉണ്ടല്ലോ. അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറഞ്ഞു, മതി 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 മതി, നിർത്ത, ഇനി കൂടുതലൊന്നും പറയണ്ട, ഇവിടെ എല്ലാ ദിവസവും ബലി ഇട്ടോളും, നീ കൂടുതൽ ഇവിടെ ഉദാഹരണവും ഉദാഹരിക്കൊന്നും വേണ്ട. എന്ത് വന്നാലും അത് മുടക്കില്ല എന്റെ മോള്, അതെനിക്കറിയാം. അതമ്മേ നല്ലത് എന്ന് രേവതി. സച്ചിൻ പറഞ്ഞു, അത് തന്നെയാ നല്ലത്. അപ്പൊ ശ്രുതി പറഞ്ഞു, അയ്യോ എന്റെ പനി അപ്പം അതൊക്കെ മരുന്ന് കഴിച്ച് മാറിക്കോളും, അതൊന്നും മൈൻഡ് ചെയ്യണ്ട, നീ ഇവിടെ ഏതെങ്കിലും ഡോക്ടറിനെ കൊണ്ട് കാണിക്കും. അപ്പോഴത്തേക്ക് സച്ചി പറഞ്ഞു, ഒരു ഇഞ്ചക്ഷൻ എടുത്താലേ പെട്ടെന്ന് മാറിക്കോളും, നീ കൂടെ പോകണ്ട, വർഷ കൂടെ പൊക്കോളും. അപ്പൊ രേവതി പറഞ്ഞു, അത് ശരി, അന്ന് പല്ലുവേദന വന്നപ്പോ വർഷയല്ലേ കൂട്ടിക്കൊണ്ട് പോയത്, അവളാവുമ്പോ ഡോക്ടറോട് കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞോളും. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ശ്രുതി പറഞ്ഞു, എനിക്ക് ഡോക്ടറിനൊന്നും കാണണ്ട, ഞാൻ മരുന്ന് മേടിച്ച് കഴിച്ചോളാം. അപ്പൊ ചന്ദ്ര, ഡോക്ടറിനെ കണ്ടേ പറ്റൂ. അപ്പോഴത്തേക്കും വർഷയും നമ്മുടെ ശ്രീകാന്തും വന്നു. എന്നിട്ട് ശ്രീകാന്ത് പറഞ്ഞു, എല്ലാവരോടുമായിട്ട് ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട്, ഇനി അതെങ്കിലും ഒന്ന് കേക്ക്. അപ്പോഴത്തേക്കും നമ്മുടെ ആരാ രവീന്ദ്രൻ അവിടെ ഇല്ലായിരുന്നു. അപ്പൊ രവീന്ദ്രനെ വിളിച്ചു വരുത്തേ ഇവര്. അങ്ങനെ രവീന്ദ്രനെ അച്ഛാന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി. അങ്ങനെ രവീന്ദ്രൻ വന്നു, എല്ലാവരും കൂടിയിരുന്നു. അപ്പൊ സുധി ചോദിച്ചു, എന്താ കാര്യം, എന്താ പറയാനുള്ളത്? അത് അച്ഛൻ വരട്ടേടെ പറയടാന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ രവീന്ദ്രൻ വന്നിട്ട്, കാര്യമായിട്ട് എന്താ പറയാനുള്ളത് പോലെ തോന്നുന്നു, എന്തെങ്കിലും വിശേഷമുണ്ടോ? അത് പിന്നെ കാര്യമായിട്ടൊന്നുമില്ല, ഞാൻ എല്ലാവരോടും ഒരു ചോദ്യം ചോദിക്കാം, ആരാണ് റൈറ്റ് ആൻസർ പറയുന്നതെന്ന് നോക്കാം എന്നിങ്ങനെ പറയാണ് കേട്ടോ. നമ്മുടെ വർഷയാണ് പറയുന്നത്. അങ്ങനെ വർഷ പറയാ, അതെ, നാളത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്, അതെന്താണെന്ന് പറയാമോ, ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എന്ന് ചോദിക്കാം. അപ്പോഴത്തേക്കും എന്ത് നാളത്തെ ദിവസത്തിന് എന്ത് പ്രത്യേകത എന്നിങ്ങനെ എല്ലാവരും ആലോചിച്ചിട്ട് നമ്മുടെ ശ്രുതി പറഞ്ഞു, ഞാൻ പറയാം, നാളെയാണ് ലോക കോഴിമുട്ട ദിനം. ഇത് കേട്ടതും എല്ലാവരും ചിരിക്കാൻ തുടങ്ങിട്ടോ. നമ്മുടെ സച്ചി പറഞ്ഞു, ഒന്ന് കോട ഇറക്കാം, കോഴിമുട്ട ദിനം. അപ്പൊ രേവതി പറഞ്ഞു, നാളെ നിങ്ങളുടെ വിവാഹ വാർഷിക ദിനമല്ലേ? കറക്റ്റ് ആൻസർ ചേച്ചി പറഞ്ഞതാ കറക്റ്റ്, നാളെ ഞങ്ങളുടെ വിവാഹ വാർഷിക. നിങ്ങൾക്കാർക്കും ഓർമ്മയില്ലായിരുന്നല്ലേ? എന്റെ ചേച്ചിക്കാ ഓർമ്മ ഉണ്ടായിരുന്നത്. അപ്പൊ രേവതി പറഞ്ഞു, നാളെ നിങ്ങളുടെ പേരിൽ പ്രത്യേക പൂജ നടത്താനൊക്കെ ഞാനേ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ, ഇതൊക്കെ കൊണ്ടാ ഞാൻ ചേച്ചിനെ ഇഷ്ടപ്പെടുന്നത്, എന്റെ സ്വന്തം ചേച്ചിയാ, ചേച്ചിക്ക് ഇതൊക്കെ പറ്റത്തുള്ളൂ. അപ്പൊ ഇവരുടെ സ്നേഹപ്രകടനം കണ്ടപ്പോഴത്തേക്കും ശ്രുതിക്കും നമ്മുടെ ചന്ദ്രയ്ക്കും അങ്ങ് പിടിക്കുന്നില്ല കേട്ടോ. അപ്പൊ സച്ചി പറഞ്ഞു, അല്ല ക്ഷേത്രത്തിൽ പൂജ മാത്രം നടത്തിയാൽ മതിയോ? വെഡിങ് ആനിവേഴ്സറി ആഘോഷമൊന്നുമില്ലേ? അത് പിന്നെ സച്ചേട്ടാ, ഇപ്പോഴത്തെ അവസ്ഥയിൽ എങ്ങനെ നടത്താനാ? നമ്മുടെ ശ്രുതിയടുത്ത് അച്ഛൻ മരിച്ചിട്ട് അധിക ദിവസം ആയില്ലല്ലോ, അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഗ്രാൻഡ് ആയിട്ട് നടത്തിയേനെ. അപ്പോഴത്തേക്ക് ശ്രുതി പറഞ്ഞു, അയ്യോ അത് സാരമില്ല, നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ഗ്രാൻഡ് ആയിട്ട് നടത്തുന്നതിന് എന്താ പ്രശ്നം ഇരിക്കുന്നത്? അതിന് എനിക്ക് പ്രശ്നമൊന്നുമില്ല, നടത്തിക്കോളാം പറഞ്ഞു. എന്നിട്ട് ശ്രുതി പറഞ്ഞു, ഇത്രയും സന്തോഷ നിമിഷങ്ങളെ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ എന്തിനാ നഷ്ടപ്പെടുത്തുന്നത്? മരിച്ചുപോയി, നിങ്ങൾ ഗ്രാൻഡ് ആയിട്ട് ഫംഗ്ഷൻ നടത്തിക്കോ, അതിന് പ്രശ്നമൊന്നുമില്ലെന്ന്. അപ്പൊ നമ്മുടെ വർഷയും രേവതിയും തമ്മിൽ ഒരു നോട്ടമൊക്കെ നോക്കിട്ടോ. അപ്പം ശ്രുതി പറഞ്ഞു, അത് പിന്നെ ശ്രുതി ഈ വല്ലാത്തൊരു അവസ്ഥയിലാണല്ലോ, ആഘോഷമൊക്കെ ആകുമ്പോഴത്തേക്കും അവളും ഒന്ന് റിലാക്സ് ആകും. അപ്പോഴത്തേക്കും ശ്രീകാന്ത് ചോദിച്ചു, അല്ല അച്ഛന്റെ അഭിപ്രായം എന്താ? ശ്രുതിയും പറഞ്ഞല്ലോ, അപ്പം അവരുടെ ആഗ്രഹം പോലെയൊക്കെ നടക്കട്ടെ. അപ്പൊ നമ്മുടെ ചന്ദ്ര പറഞ്ഞു, നിങ്ങളുടെ കല്യാണത്തിനോ കൂടാൻ കഴിഞ്ഞില്ല, ഒരുത്തി ആരെയും കൂട്ടാതെ നടത്തിക്കളഞ്ഞില്ലേ, ഏതായാലും ഇതെങ്കിലും കൂടാലോ, ഇതെങ്കിലും ഗംഭീരമായിട്ട് നടത്താൻ നമുക്കെന്ന് പറഞ്ഞപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു, എന്റെ പൊന്നു അമ്മേ, ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ? രേവതി നിനക്കിട്ടാ വെച്ചത്. അപ്പൊ രേവതി പറഞ്ഞു, എന്തിനാ വെറുതെ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്, ഞാനൊന്നും അല്ല അത് നടത്തിയത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു, എല്ലാവരും നിർത്ത്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഏതായാലും നല്ലതല്ലേ നടന്നത്, രേവതി നടത്തി വെച്ചെങ്കിൽ നല്ലത് തന്നെയല്ലേ നടത്തി വെച്ചത്, എന്താ പ്രശ്നം ഇരിക്കുന്നത്? അപ്പൊ സച്ചി പറഞ്ഞു, അതൊക്കെ വീടച്ചാ എന്തെങ്കിലും ആട്ടെ. അല്ല ശ്രീകാന്ത് എവിടെ വെച്ചാ ഫംഗ്ഷൻ നടത്താൻ പോകുന്നത്? വീട്ടിൽ വെച്ചാണോ? അത് നമുക്ക് ഗ്രീൻ വേൾഡ് ഹോട്ടലിൽ വെച്ച് നടത്താം, അതല്ലേ നല്ലത്, എല്ലാവരും പറഞ്ഞോട്ടോ, എല്ലാവരും ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു, നമ്മളൊക്കെ പ്രത്യേകം ക്ഷണിക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, ആരെയൊക്കെ ക്ഷണിച്ചാലും ക്ഷണിച്ചില്ലെങ്കിലും ഒരാളെ മാത്രം മറക്കരുത്, അമ്മേനെ. അത് ഞങ്ങൾ മറക്കോ? അത് ഞങ്ങൾ വിളിക്കുന്നത് ഞങ്ങളുടെ അച്ഛമ്മേനെ അല്ലായിരിക്കോ? പിന്നെ എന്താ, അച്ഛമ്മയില്ലാത്ത എന്താ ആഘോഷം ഈ വീട്ടിലുള്ളത്? അങ്ങനെ വെഡിങ് ആനിവേഴ്സറി ഒരുക്കങ്ങളൊക്കെ ആട്ടോ. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ശ്രീകാന്ത് ഹോട്ടലിൽ ഇങ്ങനെ എന്തോ റെസ്റ്റോറന്റിൽ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്
പ്രിയ ഉണ്ടല്ലോ അവിടുത്തെ ഓണർ വരികയാണ് കേട്ടോ. അപ്പോൾ ഓണർ വരുന്നു. ഓണർ വന്നിട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് എന്തിനാ വെച്ച് താമസിപ്പിക്കുന്നത്, ഇനിയിപ്പം ഇവിടെ നിൽക്കണ്ട, വെഡിങ് ആനിവേഴ്സറി അല്ലേ, പൊക്കോളൂ എന്നൊക്കെ പറയുമ്പോൾ ഇല്ല മേഡം ഞാനിതൊക്കെ ചെയ്തിട്ട് പൊക്കോളാം, അവിടെയാണെങ്കിൽ എല്ലാവരും ഉണ്ടല്ലോ, സജ്ജേട്ടന് രേവതിയടുത്തേക്ക് ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ കൂട്ടുകുടുംബം ഉണ്ടെങ്കിൽ ഇത് രസമല്ലേ, ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ ഇങ്ങനെ ഒരാൾ കൂടെ കാണുമല്ലോ എന്ന്, കുറച്ച് പേരൊക്കെ കാണുമല്ലോ എന്ന് ചോദിക്കുമ്പം എല്ലാവരും നമ്മുടെ കൂടെ കാണത്തൊന്നുമില്ല, എനിക്ക് വേറൊരു ഏട്ടനുണ്ട്, എൻ്റെ സുധിയേട്ടൻ, പുള്ളിക്കാരൻ മൈൻഡ് ചെയ്യത്തില്ല, പിന്നെ സച്ചേട്ടനും ഇടത്തി ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും, ഏതായാലും അതുകൊണ്ട് സാരമില്ല, അതുകൊണ്ട് കുറച്ച് താമസിച്ചു പോയാലും കുഴപ്പമില്ല എന്നൊക്കെ പറയും. ഈ ഒരു സമയത്താണെങ്കിൽ അവിടെ ഒരാള് വിളമ്പാൻ കൊണ്ടുപോയ ഡിഷൊക്കെ താഴെ വീഴാണ് കേട്ടോ. അപ്പൊ താഴെ വീണിട്ട് അതെല്ലാം തന്നെ ഭിന്നമായി പോവുകയാണ്. അപ്പൊ ഈ ഒന്നാമത് ഇവർ ഈ ചൈനീസ് ഐറ്റംസ് ഒക്കെ ആണല്ലോ, അപ്പൊ അത് ഫ്രഷ് ആയിട്ടാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പൊ ആ ഫുഡ് പിന്നെ ഒന്നും കൂടെ ഉണ്ടാക്കേണ്ട ഒരു അവസ്ഥ വരികയാണ്. അപ്പം ശ്രീകാന്തിനെ കൊണ്ടല്ല വേറൊരാളാണ് ഉണ്ടാക്കുന്നത്. അപ്പം അയാളോട് ഉണ്ടാക്കാനൊക്കെ പറയുന്നു. ഇന്നലത്തിട്ട് ആള് രണ്ട് വഴക്കൊക്കെ പ്രിയ പറയുന്നുണ്ട്. എന്നിട്ട് അവിടെ വീണ സാധനങ്ങളെല്ലാം ഒരാൾ തുടച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പതിയെ തുടച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് എന്ത് സംഭവിക്കുന്നത്, നമ്മുടെ പ്രിയ അതിലേ പോകുന്നത്, പ്രിയ തെന്നി അടിച്ച് വീഴുക. ഉടനെ ചെന്ന് നമ്മുടെ ശ്രീകാന്ത് പിടിച്ചു. കാലിന് വല്ലാത്ത എന്തോ ഒരു പ്രശ്നം ഉണ്ട് കേട്ടോ, കാല് ചെറുതായിട്ട് ഇടറുവോ ഉളുക്കോ അങ്ങോട്ടൊക്കെ ചെയ്തു. ഇപ്പൊ നടക്കാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ. ഈ ഒരു സമയത്താണ് നമ്മുടെ വർഷ റെസ്റ്റോറന്റിലേക്ക് വരുന്നത്. അപ്പൊ ആശുപത്രി പോകാനായിട്ട് നമ്മുടെ പ്രിയക്ക് നടക്കാൻ പറ്റണില്ല. അപ്പം വണ്ടിക്കകത്ത് കയറണമെങ്കിൽ ആരുടെയും സഹായം വേണമല്ലോ. അപ്പൊ പിടിച്ചിട്ട് പോലും നടക്കാൻ പറ്റാത്തത് കൊണ്ട് ശ്രീകാന്ത് എന്നാ പിന്നെ ഞാൻ എടുക്കാന്ന് പറയും. അപ്പൊ പ്രിയ ആദ്യമൊക്കെ വിസമ്മതിച്ചെങ്കിലും പിന്നെ നടക്കാത്തൊരവസ്ഥ ആയതുകൊണ്ട് പ്രിയ എടുത്തോന്ന് പറയുകയാണ്. അങ്ങനെ എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ എടുത്തു കഴിയുമ്പോഴത്തേക്കുമാണ് നമ്മുടെ വർഷ അവിടെ വരുന്നത്. വർഷ വന്നു കഴിഞ്ഞ് പിന്നെ എന്താ ഉണ്ടാകാൻ പോകുന്നത് ഞാൻ പറയേണ്ട ആവശ്യമില്ല. അപ്പൊ ഈ ഒരു സീൻ കാണിച്ചിട്ട് അതിനകത്ത് വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷവുമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.